ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ വലിയ 4 തെറ്റുകൾ ചെയ്യാറുണ്ട്. 4ഉം ഒരുമിച്ച് ഉപേക്ഷിക്കാൻ എനിക്ക് സാധ്യമല്ല. ഒന്ന് അതിൽ നിന്ന് തെരഞ്ഞെടുത്തു തന്നാൽ ഞാൻ അതുപേക്ഷിച്ച് ഞാൻ വലിയ പരിശ്രമശാലിയാകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആ 4 തെറ്റുകൾ ഏതാണ്? ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ മദ്യപിക്കാറുണ്ട്, വ്യഭിചരിക്കാറുണ്ട്, മോഷ്ടിക്കാറുണ്ട്, ഞാൻ വല്ലാതെ കളവ് പറയുന്ന സ്വഭാവക്കാരനുമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ ഈ കളവ് പറയുന്നതിനെ ഒഴിവാക്കിയാൽ മതി എന്ന്. ആ മനുഷ്യന് വല്ലാത്ത സന്തോഷായി. കള്ള് കുടിക്കരുത്, വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞില്ലല്ലോ. ആ മനുഷ്യൻ സന്തോഷത്തോടെ തിരിച്ചുപോയി. അടുത്ത ദിവസം മദ്യപാനത്തിന്റെ സമയമായപ്പോ അവന്റെ മനസ്സ് മന്ത്രിക്കുകയാണ്, ശരീരം വിറകൊള്ളുകയാണ്. മദ്യപാനത്തിലേക്ക് വല്ലാതെ പ്രോത്സാഹിപ്പിക്കുകയാണ്. മദ്യം കഴിക്കുന്നതിനായി ഇറങ്ങി നടക്കുന്നു ആ മനുഷ്യൻ. അപ്പൊ ആരോ ആ മനുഷ്യനോട് വന്ന് സംസാരിക്കുന്നത് പോലെ അവന്റെ ചിന്താമണ്ഡലങ്ങൾ വിറകൊള്ളുകയാണ്. അവനോട് ഇങ്ങനെ ചോദിക്കുന്നു, സഹോദരാ, ഇന്ന് നീ മദ്യപിച്ചു കഴിഞ്ഞാൽ നാളെ മുത്തുനബിയുടെ ഹളറത്തിലെത്തുമ്പോ അവിടുന്ന് ചോദിക്കും, ഇന്നലെ മദ്യപിച്ചോ? മദ്യപിച്ചു എന്ന് നീ പറഞ്ഞാൽ പുണ്യനബിയുടെ മനസ്സ് വേദനിക്കും, അവിടുത്തെ കോപം നിനക്കുണ്ടാകും, അതിലൂടെ അള്ളാഹുവിന്റെ കോപം നിന്നിലേക്ക് പെയ്തിറങ്ങും. അപ്പൊ മനുഷ്യൻ തീരുമാനിച്ചു, ഞാൻ മദ്യപിച്ചില്ല എന്ന് കളവ് പറയും. അപ്പോഴാണ് ആരോ നാവിൽ വന്ന് പിടിക്കുന്നത് പോലെ കളവ് പറയില്ല എന്ന് അവിടുത്തെ തിരുസവിധത്തിൽ സത്യം ചെയ്തുവല്ലോ, പ്രതിജ്ഞയെടുത്തുവല്ലോ. എന്ത് ചെയ്യും? വലിയ ആശങ്കയിലായി ആ മനുഷ്യൻ തൽക്കാലം ആ തിന്മയിൽ നിന്ന് അകന്നു നിന്നു, നാളെ മുത്തുനബിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അതുപോലെ തന്നെ വ്യഭിചാരത്തിന്റെയും മോഷണത്തിന്റെയും വഴിയിൽ ഇറങ്ങി തിരിച്ചു. അപ്പോഴും ഇതേ അവസ്ഥ തന്നെ, അതിൽ നിന്ന് തിരികെ നടക്കേണ്ടി വന്നു. അടുത്ത ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലെത്തി. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് ചോദിച്ചു, ഇന്നലെ നീ മദ്യപിച്ചോ, വ്യഭിചരിച്ചോ, മോഷ്ടിച്ചോ എന്ന്? ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല നബിയെ, അതൊന്നും ചെയ്തില്ല, അതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ട് ചെയ്തില്ല? ആ മനുഷ്യൻ പറഞ്ഞു, അത്ര നബിയേ, അതൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ഇറങ്ങി നടന്നു. അപ്പോഴാണ് എന്നോട് ആരോ വന്നിങ്ങനെ സംസാരിക്കുകയാണ്, എൻ്റെ ചിന്താമണ്ഡലങ്ങൾ വിറകൊള്ളുകയാണ്. ആ തിന്മയൊക്കെ ചെയ്ത് ഇവിടത്തെ ഹളറത്തിൽ വന്ന് ചോദിക്കുമ്പോൾ ചെയ്തു എന്ന് സത്യം പറഞ്ഞാൽ അങ്ങനോട് കോപിക്കുമല്ലോ. ചെയ്തില്ല എന്ന് കളവ് പറയാമെന്ന് തീരുമാനിച്ചപ്പോഴാണ് കളവ് പറയില്ല എന്ന് അങ്ങയുടെ മുന്നിൽ ഞാൻ പ്രതിജ്ഞയെടുത്തത് എനിക്ക് തടസ്സമായി മുന്നിൽ വന്നത്. അതുകൊണ്ട് ഞാൻ പിന്മാറിയതാണ്. റസൂലുള്ളാഹി തങ്ങൾ സച്ചരിതരായ സഹാബാക്കളെ സാക്ഷി നിർത്തിയിട്ട് പറയുകയാണ്, കണ്ടോ സഹാബാ, ഈ മനുഷ്യൻ കളവ് പറയുന്നതിൽ നിന്ന് മാറി നിന്നപ്പോ ജീവിതത്തിന്റെ സകല തിന്മകളിൽ നിന്നും മാറി നിന്ന് സംശുദ്ധമായ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചുവെങ്കിൽ, കളവെന്ന് പറയുന്നത് അപകടമാണ്, സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു നിർത്തുന്നതാണ്. അവിടുന്ന് എങ്ങനെ പറഞ്ഞു, ഇന്നൽ കദിബാ യഹ്ദീ ഇലൽ ഫുജൂർ, കളവുകൾ തെമ്മാടിത്തരങ്ങളിലേക്ക് നയിക്കുകയാണ്. വ ഇന്നൽ ഫുജൂറ യഹ്ദീ ഇലന്നാർ, അത് നരകത്തിലേക്കുമാണ് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. വിശുദ്ധ റമളാൻ ശരിക്കും ഈ കള്ളത്തരങ്ങളിൽ നിന്നും കളവുകളിൽ നിന്നും നമ്മെ തടഞ്ഞു നിർത്തി നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി വഴികളൊരുക്കി തരുകയാണ്. അങ്ങനെയായിരിക്കണം നമ്മുടെ റമളാൻ. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.